12,000 കോടി രൂപയോളം കടം കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. 45 ലക്ഷം പ്ലസ് ഡൗൺലോഡ്സ് ഉണ്ട്. ഏകദേശം 69 ലക്ഷത്തോളം രജിസ്റ്റേർഡ് ബോറോവേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ കാലങ്ങളായിട്ട് നമ്മുടെ ഈ ലോണിന്റെ പ്രശ്നങ്ങളൊക്കെ കുറെ മുന്നേ നടന്നിരുന്നില്ലേ, അതിന് മുന്നേ ഉള്ള ഒരു ആപ്പാണ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇവര് പ്രസന്റിൽ ഒരുപാട് സിറ്റുകളിലുണ്ട്. അതുപോലെ തന്നെ മറ്റേ ആപ്ലിക്കേഷനിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു ലോൺ ഇതിന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കണം, അതിനുശേഷമാണ് ലോൺ ഇങ്ങോട്ട് കയറുള്ളൂ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കമന്റ് ബോക്സിലും പേഴ്സണലായിട്ടും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇൻസ്റ്റാമണി ഫേക്ക് ആണോ നല്ലതാണോ എന്നൊക്കെ. നമ്മൾ ഇൻസ്റ്റാമണി മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ റീസെന്റ് ഒരുപാട് റിവ്യൂസ് പിന്നെയും കേൾക്കാൻ തുടങ്ങി, ഒരുപാട് കമന്റ്സ് കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിനെപ്പറ്റി ഒന്നുകൂടി വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇൻസ്റ്റാമണി നോക്കുകയാണെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള അഡ്രസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പവേഡ് ബൈ ലണ്ടൻ ക്ലബ് ആണ് പവേഡ് ചെയ്തിട്ടുള്ളത്. ലണ്ടൻ ക്ലബ് ആണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷന്റെ. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ലീഗൽ ടീമും കാര്യങ്ങളൊക്കെ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പ്രോപ്പർ അഡ്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവരുടെ സൈറ്റിൽ മെൻഷൻഡ് ആണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാമണി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു NBFC ത്രൂ തന്നെയാണ് ഫണ്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലീഗൽ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എല്ലാ ആപ്ലിക്കേഷൻസിലെ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി കൂടുതൽ തന്നെയാണ്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഇനി നമ്മൾ ഈ ഇൻസ്റ്റാമണി പ്ലേ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ ഡൗൺലോഡ്സ് ഉണ്ട്. പക്ഷെ എല്ലാവരും പറയുന്ന ഇൻസ്റ്റാമണിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 199 രൂപയുടെ ഒരു ജോയിനിങ് ഫീ കൊടുക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ഈ ജോയിനിങ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും ഡൗട്ട്. അതിനുവേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ എൻഡിൽ ഈ 199 കാര്യം നമ്മൾ പറയുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനിൽ കുറച്ച് പെർമിഷൻസ് ഉണ്ട്. ആ പെർമിഷൻസ് ഒക്കെ നമ്മൾ വായിച്ചു നോക്കിയതിനു ശേഷം എഗ്രി എന്നൊരു ടാബ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പാൻ നമ്പർ, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഓർ ഫീമെയിൽ ആണോ അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ടൈപ്പ്, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ് അവിടുത്തെ, നമ്മുടെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാലറിഡ് ആണെങ്കിൽ സാലറിഡ് തന്നെ കൊടുക്കുക, കാരണം പ്രൂഫ് കാണിക്കേണ്ടി വരും. അപ്പൊ സാലറിഡ് ആണെങ്കിൽ മാത്രം അങ്ങനെ കൊടുക്കുക. അതിനുശേഷം തന്നെ നമ്മുടെ കമ്പനി നെയിം നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ആ കമ്പനി നെയിം എൻ്റർ ചെയ്യുക. നമ്മുടെ ഡെസിഗ്നേഷൻ, നമ്മുടെ പോസ്റ്റ് എന്താണ് ആ കമ്പനിയിൽ എന്നുള്ളതാണ് ചോദിച്ചേക്കണേ. അതിനുശേഷം ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ ആ കമ്പനിയിൽ എത്ര കാലം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. കറന്റ് വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ ആ കമ്പനിയിലെ വർക്ക് എക്സ്പീരിയൻസ് ടോട്ടൽ എത്രയുണ്ട്, ടോട്ടൽ വർക്കും കറന്റ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ മന്ത്ലി സാലറി അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. നമുക്ക് സാലറി കിട്ടുന്ന രീതി ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കുക, കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പിൻകോഡ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പിൻകോഡ് ചോദിച്ചിട്ടുള്ളത് അവിടെ നമ്മുടെ നിയറസ്റ്റ് ലൊക്കേഷൻ, നമ്മുടെ ലൊക്കേഷനിലെ പിൻകോഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാസ്റ്റിൽ ലോൺ വല്ലതും എടുത്തിട്ടുണ്ടാണെന്ന് ചോദിച്ചേക്കണേ. അപ്പൊ അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. അപ്പൊ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. ക്രെഡിറ്റ് ഒക്കെ നമ്മുടെ എലിജിബിലിറ്റി അവർ ചെക്ക് ചെയ്ത് കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ലോൺ അൺപെയ്ഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചേക്കണേ. അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവര് ഈ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലങ്ങനെ മിസ്സിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിട്ട് കാണും. അതിനുശേഷം നമുക്ക് അടച്ച എമൗണ്ട് കിട്ടില്ല. അതാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ ഏകദേശം റിസൾട്ട് അറിയാം. ഇനി നമുക്ക് പിൻകോഡ് ചോദിച്ചു, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സാലറി അല്ലെങ്കിൽ ബിസിനസ് പേയ്മെന്റ് കയറുന്ന അക്കൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ അക്കൗണ്ടിന് നമുക്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. റിക്കേർഡ് ലോൺ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര രൂപയാണ് ആവശ്യം, നമ്മുടെ 5000 രൂപയാണ് ആവശ്യം. 5 മാസത്തെ EMI 1759 വെച്ചിട്ട് നമ്മൾ കൊടുക്കണം. പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പർപ്പസ് ഒരിക്കലും നമ്മൾ വേറെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാൻ അങ്ങനെയൊന്നും കൊടുക്കരുത്. അതൊക്കെ നമ്മുടെ എലിജിബിലിറ്റി കുറയ്ക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കൊടുക്കുക. കാർഡ് എടുത്ത് കടടയ്ക്കാനാണെന്ന് ഒരിക്കലും അവർക്ക് തോന്നരുത്, അത്രേ ഉള്ളൂ. ഇനി 199 രൂപയുടെ പേ ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. ഈ 199 ഒരു അസസ്മെന്റ് ഫീ ആണ്. ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കാനും അതർ വെരിഫിക്കേഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് 2 മണിക്കൂറിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 199 രൂപ അസസ്മെന്റ് ഫീ കൊടുത്ത് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നവർ മാത്രം ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതെന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനു പറയാം. നമ്മളിവിടെ 199 രൂപ കൊടുക്കുന്നുണ്ട്. ആ കൊടുത്തതിന് ശേഷം നമ്മുടെ പാൻ കാർഡിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. തന്നെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അതിനുശേഷം നമ്മൾ ഒരു സെൽഫി അപ്ലോഡ് ചെയ്ത് പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നെറ്റ് ബാങ്കിങ് ത്രൂ നമ്മുടെ ഇൻകം വെരിഫൈ ആണ് അവരോട് ചെയ്യുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വെച്ച് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ബാങ്കിങ് ത്രൂ വെരിഫൈ ചെയ്യാം. ഏത് വെച്ച് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. അപ്പൊ അത് നോക്കി ഓക്കെ ആണെങ്കിൽ ഏതാണെന്ന് വെച്ച് വെരിഫൈ ചെയ്യുക. അതിന് എഗ്രിമെന്റ് വായിച്ചു നോക്കുക, കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി. ഇനി അവരുടെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്.
ഈ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു റിവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് സെലക്ട് ചെയ്ത് ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിന്റെ വർക്കിംഗ്. നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എമൗണ്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ബേഴ്സൽ പ്രോസസ്സാണ്, അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അവർ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഇതിലെല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ അസസ്മെന്റ് ഫീ. ഇത് നമ്മൾ ആളായിട്ട് അപ്ലൈ ചെയ്ത ഒരു വീഡിയോ അല്ല, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ത്രൂ അപ്ലൈ ചെയ്തതാണ്. കാരണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയ സമയത്ത് നമ്മൾ ഈ 199 രൂപ കൊടുത്തു. അപ്പോൾ ഡിക്ലൈൻ ആയി, നമ്മുടെ ആപ്ലിക്കേഷൻ ഡിക്ലൈൻ ചെയ്തു. 199 രൂപ ഞാൻ അസസ്മെന്റ് ഫീ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ റിജക്റ്റ് ആയി. റീസൺ പറയുന്നത് ഇന്റേണൽ പോളിസിയാണ്. അവരുടെ ക്രെഡിറ്റ് ടീം ചെക്ക് ചെയ്ത സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പ്രൊഫൈലിൽ, അത് കാരണം നമുക്ക് ലോൺ തരാൻ പറ്റില്ല എന്നുകൊണ്ട് അവർ റിജക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ നോക്കിയതാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയ സമയത്താണ് നമുക്ക് ഇവിടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 50-50 ചാൻസ് ആണ്. നിങ്ങൾക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് 50-50 ചാൻസ് ആണ്. കാരണം ഈ 199 രൂപ റീഫണ്ടബിൾ അല്ല. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം റിജക്ട് ആവുകയാണെങ്കിൽ 199 രൂപ പോയി കിട്ടില്ല. പിന്നെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അത്രയും ആപ്റ്റ് ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇവർ ഈ ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ തുടക്കത്തിൽ ഈ 199 രൂപ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ, നിങ്ങൾക്ക് ലോൺ പേയ്മെന്റിൽ ഡിലേ ഉണ്ടോ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്രൂവ് ആവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കൊടുക്കുക, നോർമലി എല്ലാ യൂസേഴ്സും കൊടുക്കുക, നമ്മൾ പെർഫെക്റ്റ് ആണെന്ന രീതി കൊടുക്കും. നമുക്കൊരു ഡിലേ പേയ്മെന്റ് ഇല്ല, എല്ലാം കറക്റ്റ് ആണെന്ന് കൊടുക്കും. പക്ഷെ ഈ കസ്റ്റമർക്ക് ചിലപ്പോൾ 2 ഡിലേ പേയ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ 199 രൂപ അവർ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ആപ്റ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ്. പ്രൊഫൈൽ ആപ്റ്റ് ആണോ നോക്കി 199 രൂപ മേടിച്ച് ഇവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈലിൽ 2 ഡിലേ പേയ്മെന്റ് ഒക്കെ ലേറ്റസ്റ്റിൽ കിടപ്പുന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ഷുവർ ആയിട്ട് റിജക്ട് ആവും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അത്രയും ആപ്റ്റ് ആണ്, പക്കയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 50-50 ചാൻസ് ആണ്. നമ്മൾ ആരും എടുത്ത് നിർബന്ധിക്കുന്നില്ല. ഇൻസ്റ്റാമണിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. 50-50 ചാൻസ് ആണ് അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നോക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. കുഴപ്പമില്ലാത്തൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ ഈ അസസ്മെന്റ് ഫീ റീഫണ്ടബിൾ അല്ല. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുത്തേക്ക്. ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു.